വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഓർമ്മിക്കുക, നമ്മുടെ ജീവിതവും വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതാനുഭവവും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ലോകത്തിൽ തനിക്കുള്ള ഉന്നത പദവികളെക്കുറിച്ച് അഹങ്കരിക്കുന്നവനായിരുന്നു വിശുദ്ധ പൗലോസായി മാറിയ സാവൂൾ. ഒരു റോമൻ പൗരനായിരുന്നു. അദ്ദേഹം ഫരിസേയനും അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭ പണ്ഡിതന്മാരിൽ ഒരാളായ ഗമായേലിന്റെ ശിഷ്യനും സഭയെ പീഡിപ്പിക്കുന്നതിൽ മുൻപനുമായിരുന്നു. എന്നാൽ ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ഈശോയെ കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹത്തിന്റെ മനസ്സ് ലൗകിക ചിന്തയുടെ അടിമത്തത്തിൽ നിന്നും സമ്പൂർണമായും വിടുതൽ നേടി. ക്രിസ്തുവിലുള്ള ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ അവയെല്ലാം വെറും ഉച്ഛിഷ്ടങ്ങളാണെന്ന് കരുതാൻ മാത്രം ഉന്നതമായിരുന്നു അദ്ദേഹത്തിനു കൈവന്ന ജ്ഞാനോദയം. സ്ലീഹ എഴുതി, എനിക്ക് ലാഭമെന്ന് കരുതിയവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഈ വെളിപാട് ഒരു ഉത്ഥാനാനുഭവമായാണ് പൗലോസ്ലീഹ കണക്കാക്കുന്നത്. വിമോചനത്തിന്റെ അനുഭവത്തിനു ശേഷം തന്റെ ജീവിതം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ മരണത്തോടുള്ള താദാത്മ്യം പ്രാപിക്കലുമായിരുന്നു. അതുകൊണ്ട് ഭൗതിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുവാനും അങ്ങനെ സ്വർഗത്തിലെ പൗരത്വം നേടുവാനും സ്ലീഹ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും തിരുത്തുവാൻ തയ്യാറാക്കാത്ത വിധം മനസ്സ് മന്ദീഭവിച്ചവരായി മാറാതെ സാവൂളിനെ പോലെ പൗലോസായി മാറുവാനുള്ള കൃപാവരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥതാതൻ സർവലോകത്തെ ഇത്രമേൽ സ്നേഹിച്ചുവോ, പാപത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ യേശുവിനെ നൽകിതാ. സ്വർഗസ്ഥതാതൻ സർവലോകത്തെ ഇത്രമേൽ സ്നേഹിച്ചു, പാപാന്ധകാരത്തിൻ കീഴിൽ അകപ്പെട്ട്
അർപ്പിച്ച ഹൃത്തിൽ വസിക്കും യേശു എന്നാളും നിത്യമാം ജീവൻ നൽകും. കൈവിടുകില്ല ആരെയും നാഥൻ, തന്നിൽ വിശ്വാസം അർപ്പിച്ച ഹൃത്തിൽ വസിക്കും യേശു എന്നാളും നിത്യമാം ജീവൻ നൽകും. സ്വർഗസ്ഥതാതൻ സർവലോകത്തെ ഇത്രമേൽ സ്നേഹിച്ചു. പാപത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ യേശുവിനെ നൽകിയതാ. യേശു താൻ വഴിയും സത്യവും ജീവനും ആലംബവും താനേവർക്കും. ക്ഷീണിതനോ നീ ചാരയണഞ്ഞാൽ വിശ്രമം നൽകും നാഥൻ. യേശു താൻ വഴി